ഈ ഊരാളെങ്കിലാണ് ഈ ഒരു പരിപാടിക്ക് മേൽനോട്ടം വഹിച്ചത്. അവർക്കാണ് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് നൽകിയെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ പരിപാടി നടത്തിയത് IIIC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. സബ് കോൺട്രാക്ട് കൊടുത്തല്ലേ? അത് സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനമാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിൽ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അതിൻ്റെ മേൽനോട്ടം മാത്രമേ ഉള്ളൂ ഊരാളെങ്കലിന്. അപ്പോൾ സംസ്ഥാന സർക്കാരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള IIIC എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വകുപ്പാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇതാ ദേവസ്വം പ്രസിഡന്റിൻ്റെ പേരിൽ ബില്ല് വന്നു, അതുപോലെ ഇങ്ങനെ സർക്കാരിന് ബില്ല് വന്നു എന്നത്. പിന്നെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു പരിപാടിക്ക് പിന്നെ ആരാ ബില്ല് കൊടുക്കുക, ആർക്ക് ബില്ല് കൊടുക്കുക? അപ്പം ഈ ഒരു വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കുറേ വൗച്ചറുകൾ വെച്ചുകൊണ്ട് ഒരു ഈ ഓഡിറ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ച് ഹൈക്കോടതി കൊടുത്തിട്ടുള്ള കണക്കിലും വ്യക്തതയില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ വിജയൻ അസോസിയേറ്റ് തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് ആരറിഞ്ഞ് ആര് ഹൈക്കോടതിയിൽ കൊടുത്തു എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഈ ദേവസ്വം ബോർഡിന് വേണ്ടി ഇങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുമ്പോഴേ ബോർഡിൽ വെച്ചിട്ടില്ല. ബോർഡ് ചർച്ച ചെയ്യണ്ടേ? പ്രസിഡന്റ് അറിയണ്ടേ? പ്രസിഡന്റ് അറിയണം. അപ്പൊ കോടതിയിൽ പോകുമ്പോൾ കോടതിയിൽ ഇതല്ല കണക്ക്, ഞങ്ങൾക്ക് കണക്ക് തരാൻ സമയം തരാൻ പറയാമായിരുന്നല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. അതായത് റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ ദേവസ്വം പ്രസിഡന്റ് അറിഞ്ഞ് ബോർഡിൽ വെച്ചതിന് ശേഷം മാത്രമേ ഹൈക്കോടതി കൊടുക്കാൻ പാടുള്ളൂ. ആദ്യ ആരോപണമായി വരേണ്ടത് ഞങ്ങൾ അറിയാതെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നായിരുന്നു. അങ്ങനെ പ്രതികരണം അല്ല, അതിപ്പോ ഏറെ വൈകി കുറെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അതെ, ഞാൻ പറയുന്നത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട്, അതായത് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ വിജയൻ അസോസിയേറ്റ്സിൽ നിന്ന് വാങ്ങി അത് സ്വാഭാവികമായും ഈ ഒരു ദേവസ്വം ബോർഡിൽ ചർച്ചയ്ക്ക് വെച്ച് ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇത് സ്പെഷ്യൽ കമ്മീഷണർ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇത് കോടതിയിൽ എത്തേണ്ടത്. പക്ഷേ അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല.